ഫ്യൂച്ചർ ടെക്നോളജി, ഇറ്റ്സ് എ ഗെയിം ചേഞ്ചിങ് ടെക്നോളജി. ഇതെന്താണെന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ അവയർനെസ് ക്രിയേഷനാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേസ്റ്റേജ് നില്ലാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡാണ് ഗ്ലോബൽ വേസ്റ്റേജിലെ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടർ. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിസൈസ് പ്രിൻറ്റിംഗ് ആണ്. മിക്സിംഗ് തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് മിക്സിംഗ് വരുന്നത്. അപ്പം എൻഡ് ഓഫ് ദി ഡേ ദർ ഇസ് നോ വേസ്റ്റേജ്. ഇന്ന് നാട്ടിൽ പ്രചാരത്തിലുള്ള ഒട്ടനവധി സാങ്കേതികവിദ്യ, അതായത് സീഫ് ടെക്നോളജി എന്ന് പറയും, കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ടെക്നോളജി ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചതും അല്ലെങ്കിൽ പ്രചാരണത്തിന് മുൻകൈ എടുത്തതും കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രമാണ്. ഈ ക്യാമ്പസിൽ നോക്കിയാൽ ഇത്തരത്തിലുള്ള ഒട്ടനവധി ഓൾട്ടർനേറ്റീവ് ടെക്നോളജി ഉപയോഗിച്ചുള്ള നിർമ്മിതികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ എന്നതാണ് 3D പ്രിൻറ്റിംഗ് ടെക്നോളജി. വിദേശ രാജ്യങ്ങളിൽ കുറച്ച് നാൾ മുമ്പ് തന്നെ പ്രചാരത്തിലുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്ത് വളരെ അടുത്ത കാലത്താണ് ഇത് പ്രചരിച്ചത്. നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു നിർമ്മാണവും നടത്തിയിട്ടില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. നമ്മളൊരു സമൂഹത്തിലേക്ക് ഒരു ടെക്നോളജി പ്രചരിപ്പിക്കുമ്പോൾ നമുക്ക് തന്നെ അതിനെപ്പറ്റി പൂർണ്ണമായ ഒരു ബോധ്യം വേണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇത് കണ്ട് മനസ്സിലാക്കുന്നതിനുള്ള ഒരു വേദിയും കൂടാണ് നിർമ്മിതി കേന്ദ്രത്തിന് ഈ ക്യാമ്പസ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ടെക്നോളജിയിലേക്ക് വന്നതും ഇവിടെ കഴിഞ്ഞ മാസം ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ഈ 3D പ്രിൻറ്റിംഗ് ടെക്നോളജി അനുസരിച്ച് ഇത് ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഇത് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. പ്രിൻറ്റ് ചെയ്യുന്നത് ആ ഒരു തിക്നെസ്സാണ് ഈ കാണുന്നത്. അത് ഇഷ്ടമുള്ള ഡിസൈനിൽ നമ്മൾക്ക് ഡിസൈൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ കൊടുത്തിട്ട് പ്രിൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇത്രയും ചെയ്തെടുത്തപ്പോൾ 28 ഡേയ്സ് കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഫുള്ള് വാളായിട്ട് ചെയ്തിരിക്കുന്നത്. M30യുടെ കോൺക്രീറ്റ് മിക്സിംഗ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കോഴ്സ് അഗ്രിഗേറ്റിന് ഉപയോഗിച്ചിട്ടില്ല. അതിന് പകരം ഫൈൻ അഗ്രിഗേറ്റും സിമൻറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു അഡ്മിക്സർ ചേർത്തിട്ടുണ്ട്. അത് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓരോ ലെയറും പ്രിൻറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ സെറ്റിംഗ് ടൈം കുറയ്ക്കുന്നതിന്. ഏരിയ വന്നിട്ട് 400 സ്ക്വയർ ഫീറ്റിന് താഴെ വരും ഏരിയ, ടോട്ടൽ ഏരിയ വന്നിട്ട്. ഹൈറ്റ് വന്ന് 3 മീറ്റർ, മറ്റേ ബിൽഡിങ്ങിൻ്റെ സാധാരണ ബിൽഡിങ്ങിൻ്റെ അതേ ഹൈറ്റ് തന്നെയാണ് വരുന്നത്. ഡോസും വിൻഡോസും എല്ലാം അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ പോയാലും ഇത്രയും സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് ചെയ്യാനായിട്ട് കുറഞ്ഞതൊരു 1.5 മാസമെങ്കിലും എടുക്കും. ചെറിയ ഏരിയയിൽ ഇത്രയും വാളില്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ 28 ഡേയ്സ് കൊണ്ട് തീർത്തു. പിന്നെ ലേബേഴ്സ് വളരെ കുറച്ച് മതി, മെഷീനാണ് ചെയ്യുന്നത്. പിന്നെ ടൈം ഇതുപോലെ സേവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇതിലിത് കോൺഡ്യൂട്ട്സ് നമ്മൾ ട്രേസ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത് ആദ്യമേ തന്നെ പൈപ്പ് കോൺഡ്യൂട്ട്സ് ഇട്ടിരിക്കുകയാണ് ഇതിനകത്ത്. എന്നിട്ട് കറക്റ്റ് പൊസിഷനിൽ ബോക്സ് മാത്രം കട്ട് ചെയ്തിട്ട് ബോക്സ് ഫിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ സ്വിച്ച് ബോക്സ് എല്ലാം ആ പോർഷനിൽ മാത്രം കട്ട് ചെയ്തിട്ട് ബോക്സ് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലെയർ ബൈ ലെയർ പ്രിൻറ്റിങ്ങിനാണ് 3D പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിൻ്റെ സഹായത്തോടു കൂടി G-കോഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് റോബോട്ടിൻ്റെ എക്സ്ട്രൂഡർ വഴി മെറ്റീരിയൽ, ഇതിനകത്ത് കോൺക്രീറ്റ് മെറ്റീരിയൽ, അത് ലെയർ ബൈ ലെയർ പ്രിൻറ്റ് ചെയ്യുന്നതിനാണ് 3D പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് 3D പ്രിൻറ്റിംഗ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിൻ്റെ സ്ഥാപിത ലക്ഷ്യം തന്നെ ഓൾട്ടർനേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് ടെക്നോളജി കേരളത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ സ്ഥാപിത ലക്ഷ്യം. ഇതിൻ്റെ പ്രിൻറ്റിങ് വന്നിട്ട് നമുക്ക് 28 മണിക്കൂറേ വേണ്ടി വന്നുള്ളൂ. മൊത്തം കൺസ്ട്രക്ഷൻ തീർക്കാനായിട്ട് 28 ഡേയ്സ്. ഏത് കോംപ്ലക്സ് ഡിസൈനും നമുക്ക് ഇതിനകത്ത് ഡിസൈൻ ചെയ്തെടുക്കാം. സാധാരണ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറിൻ്റെ ഒരു സ്കില്ല് കൊണ്ടിരിക്കും ഒരു ഡിസൈൻ തീർത്ത് വരണമെങ്കിൽ. പക്ഷേ ഇതിനകത്ത് നമ്മൾ കമ്പ്യൂട്ടറിൽ അതങ്ങ് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്പറേറ്റർ ആവശ്യം മാത്രമേ ഉള്ളൂ. അത് അങ്ങ് പ്രിൻറ്റ് ചെയ്ത് അങ്ങ് തീരുകയാണ്. ഇത് വേസ്റ്റേജ് നില്ലാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡാണ് ഗ്ലോബൽ വേസ്റ്റേജിലെ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടർ. ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിസൈസ് പ്രിൻറ്റിംഗ് ആണ്. മിക്സിംഗ് തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് മിക്സിംഗ് വരുന്നത്. അപ്പം എൻഡ് ഓഫ് ദി ഡേ ദർ ഇസ് നോ വേസ്റ്റേജ്. ഹസാഡസ് ഏരിയകളിൽ, ഡേഞ്ചറസ് ഏരിയകളിൽ മാൻ പവർ നമുക്ക് ഹ്യൂമൻ ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്യാൻ ഒക്കാത്ത ഏരിയകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മെഷീൻ അല്ലാതെ വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് സൈഡ് എന്ന് പറയുന്നത്. സാധാരണ 6-7 മാസം കൊണ്ട് തീരുന്ന വീട് നമുക്ക് 1 മാസം കൊണ്ട് തീരും. അപ്പം അവിടെ നമ്മൾ ടൈം സേവ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ടൈം ഈസ് ഓൾസോ കോസ്റ്റ്. അപ്പോൾ അങ്ങനെ ഡബിൾ അഡ്വാൻറ്റേജ് അതിനകത്തുള്ളത്. തുടക്കത്തിൽ ഇത് ആളുകൾക്കൊരു ഇതെന്താണെന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആ അവയർനെസ് ക്രിയേഷനാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബിൽഡിംഗ് ഇവിടെ നമ്മൾ ഡെമോൺസ്ട്രേഷനായിട്ട് വേണ്ടി മാത്രമായിട്ട് ചെന്നൈയിൽ നിന്ന് അതിൻ്റെ എക്യുപ്മെൻറ്റ്സൊക്കെ കൊണ്ടുവന്ന് ചെയ്യിച്ചിരിക്കുന്നത്. അപ്പോൾ ആളെല്ലാം വന്ന് കാണുന്നുണ്ട്. ദേ ആർ വെരി സാറ്റിസ്ഫൈഡ്.